ടൂറിനായിരുന്നോ? പതിയെ വീടല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കൈദി പോലെയൊക്കെ തോന്നി എവിടെയെങ്കിലും? എന്തോ കൈദിയോ രായൻ പോലെയൊക്കെ കണ്ടവര് പറഞ്ഞു. കുറച്ചുകൂടെ ഫൈറ്റ് അല്ലേ ഫിലിമില്. അപ്പൊ മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വളരെ നല്ല പടമാണ്. പക്ഷേ പടം വന്നിട്ട് നമുക്ക് പാർട്ട് 1-ൻ്റെ ഒരു സൂചനകളും കൂടെ ഇട്ടാണ് അതിൽ പോകുന്നത്. പക്ഷേ പാർട്ട് 1 കണ്ടിരുന്നെങ്കിൽ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1-നെ കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. ബട്ട് നല്ല മേക്കിംഗ് ആണ്. നന്നായിട്ട് അങ്ങനെ ഒരു ഹിൻറ്റ്, അത് മാലാപാർവതിയുടെ ഒരു ക്യാരക്ടറിൽ ഒരു ഹിൻറ്റ് വരുന്നുണ്ട്. കാരണം മാലാപാർവതിക്ക് ഈ ക്യാരക്ടറിൽ ഒരു സ്പോയിലറല്ല, ഇതിലൊരു ഒരു ഇത് വരുന്ന പോലെ വരുന്നുണ്ട്. പക്ഷേ നല്ല മനോഹരമായ പടമാണ്, നല്ല എഫേർട്ടാണ്. വിക്രമൊക്കെ സുരാജ് അങ്ങനെയൊന്നും തോന്നുന്നില്ല. വളരെ നന്നായിട്ട് സുരാജ് പടം ചെയ്തിട്ടുണ്ട്. മാലാപാർവതിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിക്രം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ദൂഷര നന്നായിട്ടുണ്ട്. എസ്.ജെ. സൂര്യ അന്യായം, നല്ല പെർഫോമൻസ്. പടം മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. തേനീശ്വറിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ജി വി പ്രകാശിൻ്റെ മ്യൂസിക്കും എല്ലാം പടം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ നല്ല പടമാണ്. സുരാജേട്ടൻ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് പോയി തമിഴ് ചെയ്ത പടമല്ലേ? എങ്ങനെയുണ്ട്? സുരാജ് ഓൾറെഡി നല്ല ഒരു പ്രൂവ്ഡ് ആക്ടർ ആണല്ലോ. പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എങ്ങനെയുണ്ട്? സെറ്റ് സിനിമയായിരുന്നു, പൊളി. ഒരു അവാർഡ് കൊടുക്കണം അയാൾക്ക്. കാര്യം അത്രത്തോളം ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭവൻ ചേട്ടനെ ഉണ്ടല്ലോ, കലാഭവൻ അഭിനയിക്കണതിൻ്റെ അതേപോലെ തന്നെ വിക്രം എന്ന് പറയുന്നത്. കാര്യം അടിപൊളിയായിരുന്നു കേട്ടോ. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അയാൾ അതല്ലേ പറഞ്ഞത്, വലിയ ഹൈപ്പുള്ള നായികമാരൊന്നും വേണ്ട. വരുന്ന നായികമാർ കയറി വരണം, മനസ്സിലായോ? ഒരു ചെറിയ പടത്തിൽ ഒരു ചെറിയ ഫ്രെയിമിൽ വരണവർ അവരുടെ നായിക വിക്രത്തിൻ്റെ നായികയായിട്ട് അവർ അഭിനയിക്കാനെന്ന് പറയുമ്പോഴത്തെ പുള്ളി ഒരു മടിയും കാണിക്കൂല. പക്ഷെ അങ്ങനെ അവസരം കൊടുത്തിരിക്കുകയല്ലേ, അവളും കട്ടയ്ക്ക് നിൽക്കുകയല്ലേ. അയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് നന്നായിട്ട് വരണം. ആക്ടിങ് അതാണ് നമ്മുടെ വിക്രത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അഭിനയ കുലപതിയല്ലേ, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ നല്ല നടിയും കട്ടയ്ക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ മണിച്ചേട്ടൻ്റെ അതേ രീതി തന്നെയാണ്. ഉള്ള അടിപൊളി സിനിമ. സുരാജാണ്. എന്താ കേട്ടില്ല? സുരാജിൻ്റെ സെറ്റായിരുന്നു, അടിപൊളിയാണ്. സുരാജ് അടിപൊളി അഭിനയമായിരുന്നു. പക്ഷേ നമ്മൾ മണിച്ചേട്ടനായിരുന്നെങ്കിൽ ഇതിനെങ്ങാണ്ടി ഗംഭീരമായിട്ട് കയറിയത്. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും ഭയങ്കര വിഷമമാണ്. എന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മരിക്കാതെ ജീവിക്കുന്നത് നമ്മുടെ മണിച്ചേട്ടൻ. അതുകൊണ്ട് സുരാജേട്ടനൊക്കെ അതേ കണ്ട് തന്നെയാണ് വന്നത്. എന്നാലും സുരാജേട്ടനും ഇപ്പോൾ അഭിനയത്തിൽ തന്നെ ഭയങ്കരമായിട്ട് സെറ്റായിട്ട് നിൽക്കണം. അപ്പോൾ മലയാളത്തിലെ അതുപോലെ തന്നെ തമിഴിലും അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. കാര്യം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും നല്ല മൂവിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഫൈറ്റൊന്നും പറയണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈപ്പേറിയ ഫൈറ്റല്ല. നായകൻ ഇടി വാങ്ങിക്കുകയും ചെയ്യും. ഇടി അങ്ങോട്ട് ഒറിജിനലാണ്. കാര്യം നായകന് 5 കിട്ടിക്കഴിഞ്ഞാൽ നായകൻ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങനത്തെ ഫൈറ്റും കാര്യം അതാണ് വിക്രം എന്ന് പറയുന്നത്. 16 മിനിറ്റ് ഷോട്ട്, ഒറ്റ ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ വന്നത്? നൈസ് ഷോട്ടാണ്. എല്ലാം പൊളിയാണ്. സുരാജിന് നല്ല ത്രൂ ഔട്ട് റോളുണ്ട്. എല്ലാവരും കൊള്ളാം. വിക്രം പൊളി. കോംബോ വർക്കൗട്ടായി ഇവർ 3 പേരായിട്ടുള്ള എസ്.ജെ. സൂര്യ, സുരാജ്. അവർക്ക് കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെയാണ്. നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല ത്രില്ലിങ്. തമിഴിൽ ഇങ്ങനെ പടം പറഞ്ഞാൽ റെയറാണ്. നല്ല എൻഗേജിങ് ആയിരുന്നു. എല്ലാവരും നല്ല പോലെ. ഇപ്പോൾ ഈ ലൂസിഫറിൻ്റെ ഷോ ടിക്കറ്റ് കിട്ടാത്തവരില്ല കയറി കാണുന്നത് നല്ല പടം കാണാൻ കൊള്ളാം. പിന്നെ എൻഗേജിങ് ആണ്. 3 മണിക്കൂറോളം ഉണ്ട് പടം. അപ്പോൾ അത് എൻഗേജിങ് ആയിട്ട് ഇരുത്തണമെങ്കിൽ നല്ല കൈദി പോലെ ഇത് ആക്ഷൻ പാക്ഡ് മൂവിയല്ലേ, ഇത് ജസ്റ്റ് ത്രില്ലിംഗ് ആണ്. കൈദി കുറച്ചുകൂടെ ആക്ഷൻ പാക്ഡ് മൂവിയല്ലേ, ഇത് കുറച്ച് ത്രില്ലിംഗ് മൂവിയാണ്. അങ്ങനെയാണ്. എല്ലാ മ്യൂസിക് അവിടെ നീളമുണ്ട് പടത്തിൻ്റെ ഇടയിൽ. നല്ല മൂവിയായിരുന്നു. ഡയറക്ടർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ് പടം. പിന്നെ വിക്രമിൻ്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും പടം ഫുള്ളായിട്ട്. പിന്നെ ഈ ലവ് പോർഷൻസ് അതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിലും ഡയറക്ടർ നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. നല്ല പടം, എല്ലാവരും ഒന്ന് കാണണം. ജീവിയുടെ മ്യൂസിക്കൊക്കെ നല്ല സ്കോറായിരുന്നു. നല്ല സ്കോറായിരുന്നു. അതെ, കുഴപ്പമില്ല. പക്ഷേ സ്ഥിരം ഇപ്പം കുറേ സിനിമകളിൽ ഇതേ സ്റ്റോറി ലൈൻ തന്നെ കാണുന്നുണ്ട്. വൺ നൈറ്റിൻ്റെ സ്റ്റോറിയാണ്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ധനുഷിൻ്റെ ഒരു സിനിമയിൽ സെയിം പ്ലോട്ട് പോലെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. രായൻ്റെ സെയിം പെർഫോമൻസ് കൊള്ളാം. വിക്രം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
ബാക്കി സുരാജേട്ടൻ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് തമിഴിൽ പോയി ചെയ്യുമല്ലേ? ആ സുരാജിന് നല്ലൊരു റോളാണ് കൊടുത്തിരിക്കുന്നത്, അത്യാവശ്യം കൊള്ളാം. എസ് സൂര്യ ഉണ്ടായിരുന്നു, തകർത്ത് കളഞ്ഞാണല്ലോ പുള്ളി. എസ് സൂര്യക്ക് ബാക്കി പടത്തിലെ പോലെ അത്ര പെർഫോം ചെയ്യാനുള്ളൊരു ഇതില്ല, അങ്ങനത്തെ റോളല്ല. മ്യൂസിക് ഒക്കെ ബീജം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബിജിഎം കൊള്ളായിരുന്നു, പക്ഷെ പാട്ടത്ര ഇതായിട്ട് തോന്നിയില്ല. കെമിസ്ട്രി എങ്ങനെയുണ്ട് നമ്മുടെ വിക്രം നായികയായിട്ടുള്ള? അതൊക്കെ ആദ്യത്തെ ഹാഫിലൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എങ്ങനെ ഏറ്റെടുക്കും, പ്രേക്ഷകർ ഏറ്റെടുക്കും? അറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു മോർ തമിഴ് ഓഡിയൻസ് ഏറ്റെടുക്കുന്ന പോലത്തെ ഒരു പടമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ അത്ര ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈതി പോലെ ഒരു നൈറ്റ് നടക്കുന്ന ഒരു ഇതല്ലേ? എങ്ങനെയുണ്ട്? അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജ് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, കൊള്ളാം, പടം കൊള്ളാം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സുരാജേട്ടൻ തകർത്താം മലയാളത്തിൽ നിന്ന് പോയിട്ട് ആദ്യമായിട്ട് തമിഴ് പടം. എല്ലാവരും ആക്ടിങ് കൊള്ളാം. എസ് സൂര്യയും വിക്രമും കട്ടക്കായിരുന്നു. കൊള്ളാം, എല്ലാവരും ആക്ടിങ് നന്നായിരുന്നു, പടം കൊള്ളായിരുന്നു.